ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ നടത്താനുള്ള ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള യേശുവിനെ വധിക്കാനുള്ള സംഘത്രീൻ സംഘത്തിൻ്റെ തീരുമാനമാണ്. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തോടുള്ള പ്രതികരണമാണ് ഇന്നത്തെ തിരുവചനത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ച സംഭവം 3 വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. ഒന്നാമതായി യഹൂദരുടെ ഭാഗത്തു നിന്നുണ്ടായ വിദ്വേഷത്തിൻ്റെ പ്രതികരണം. രണ്ടാമതായി ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ സ്നേഹത്തിൻ്റെ പ്രതികരണം. മൂന്നാമതായി സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതികരണം. അനേകം യഹൂദരുടെ ചിന്താമണ്ഡലത്തെ പിടിച്ചുകുലുക്കിയ വലിയ അത്ഭുതമായിരുന്നു ലാസറിൻ്റെ ഉയർപ്പ്. അവരിൽ പലരും യേശുവിനെ ജീവദായകനായി രക്ഷകനായി സ്വീകരിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു. ഇത് ഫരിസേയരെ സംഭ്രാന്തരാക്കി. യേശുവിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയിൽ അവർ രോഷാകുലരായി. അവർ പുരോഹിത പ്രമുഖന്മാരോട് ചേർന്ന് ആലോചനാ സംഘം വിളിച്ചുകൂട്ടി. 70 പേരടങ്ങുന്ന സംഘത്രീൻ സംഘമാണ് മതപരവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളിലും യഹൂദരെ നയിച്ചിരുന്നത്. ഈ സംഘത്തിന് വധശിക്ഷ വിധിക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. വധശിക്ഷ വിധിക്കാനുള്ള അധികാരം റോമൻ ഗവർണറിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ മതദ്രോഹ കുറ്റത്തിന് വധശിക്ഷ ഒഴികെയുള്ള ശിക്ഷകൾ വിധിക്കാൻ ഈ സംഘത്തിന് അധികാരമുണ്ടായിരുന്നു. പ്രധാന പുരോഹിതനാണ് ഈ സംഘത്തിൻ്റെ അധ്യക്ഷൻ. ഈ സംഘത്തിന് യേശുവിൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നു. ആലോചനാ സംഘത്തിൻ്റെ അജണ്ട യേശുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതായിരുന്നു. യേശു അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അനേകർ യേശുവിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ പോയാൽ എല്ലാവരും യേശുവിൽ വിശ്വസിക്കും. അത് രാഷ്ട്രീയവും മതപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. റോമാക്കാർ യഹൂദരുടെ വിശുദ്ധ സ്ഥലത്തെ നശിപ്പിക്കും, ജനത്തെ പീഡിപ്പിക്കും. എല്ലാവരും യേശുവിനെ രാജാവും വിമോചകനും രക്ഷകനുമായി അംഗീകരിച്ചാൽ സീസറിനെ വെല്ലുവിളിക്കുന്ന വിപ്ലവകാരിയായി യേശുവിനെ റോമാക്കാർ മുദ്രകുത്തും. അവർ യഹൂദരുടെ വിശുദ്ധ മന്ദിരത്തിനും ജനത്തിനുമെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടും. യഹൂദരുടെ ഈ ഭയം AD 70 റോമാക്കാർ ജെറുസലേമിലേക്ക് മാർച്ച് നടത്തുകയും വിപ്ലവം അടിച്ചമർത്തുകയും ദൈവാലയം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. എന്നാലും വരാനിരിക്കുന്ന വേദനാജനകമായ സംഭവങ്ങളുടെ പ്രവചനമാണ് യേശുവിനെ വെറുതെ വിട്ടാൽ റോമാക്കാർ തങ്ങളുടെ വിശുദ്ധ സ്ഥലം നശിപ്പിക്കും എന്ന് അവർ പറഞ്ഞത്. സംഘത്രീൻ സംഘത്തിൻ്റെ അധ്യക്ഷനായ പ്രധാന പുരോഹിതൻ കയ്യഫാസിൻ്റെ അബോധപൂർവകമായ പ്രവചനമാണ് തുടർന്നുള്ള വാക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ്. കയ്യഫാസിൻ്റെ ഈ പ്രവചനം 3 രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമതായി, യേശുവിനെ വധിക്കാതിരുന്നാൽ അവൻ സകലരെയും തന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ റോമാക്കാർ യേശുവിൻ്റെ ജനപിന്തുണയിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ഭീഷണി മനസ്സിലാക്കി യഹൂദ ദേശത്തെയും ജനത്തെയും നശിപ്പിക്കും. കയ്യഫാസിൻ്റെ വീക്ഷണത്തിൽ റോമക്കാരുടെ കരങ്ങളിൽ നശിക്കാതിരിക്കാനുള്ള ഏകമാർഗം യേശുവിനെ വധിക്കുക എന്നതാണ്. രണ്ടാമതായി, കയ്യഫാസിൻ്റെ അബോധപൂർവകമായ പ്രവചനം വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ രക്ഷാകര മരണത്തിലൂടെ ദൈവജനം നിത്യനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. ദൈവജനത്തിന് വേണ്ടിയും ജനത്തിന് പകരമായും യേശു മരിക്കണമെന്നതാണ് ദൈവിക നിയോഗം. യേശുവിൻ്റെ കുരിശിലെ ആത്മബലി മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണമായിത്തീരുന്നു. മൂന്നാമതായി, കയ്യഫാസിൻ്റെ അബോധപൂർവകമായ പ്രവചനത്തിൻ്റെ അർത്ഥം യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയുമാണ് യേശു മരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അവിടുന്ന് കുരിശുമരണം വരിച്ചത്. യേശു നൽകുന്ന സാർവത്രിക രക്ഷ വ്യക്തമാക്കുന്ന വചനമാണ് ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ എന്നത്.
തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രയേലിനോട് ചേർന്ന് ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ ഒറ്റ ജനതയായി തീരുമെന്ന മഹാസത്യം ഇവിടെ വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈ പുതിയ ജനത ജന്മം കൊള്ളുന്നു. ഇന്നത്തെ വചനത്തിൽ പ്രധാന പുരോഹിതൻ്റെ നിർദ്ദേശം സൻഹദ്രീൻ സംഘം അംഗീകരിച്ചു. യേശുവിനെ വധിക്കുവാനുള്ള തീരുമാനം സൻഹദ്രീൻ സംഘം പാസാക്കി. അവർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ കുരിശുമരണം രക്ഷാകരമാണ്. ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നിപ്പിക്കാനാണ് അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത്. യേശുവിൻ്റെ പീഡാസകന കുരിശുമരണത്തിൻ്റെ രക്ഷാകര രഹസ്യം മനസ്സിലാക്കി വിശ്വാസത്തിലും വിശുദ്ധിയിലും ആടപ്പെടാനും വിശുദ്ധവാരത്തിൽ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.